നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ഓപ്പൺ ഫോറത്തിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം രാജ്യത്ത് ഇന്ധനവില ക്രമാതീതമായി കുതിച്ചുയരുകയാണ്. പെട്രോൾ ലിറ്ററിന് വില 110 കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഡീസലിന് ലിറ്ററിന് വില 100 രൂപ കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇന്ധനവില വർധനവ്, ഇന്ധനവിലയിൽ ഈ കുതിപ്പ് സാധാരണക്കാരുടെ ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. നേരത്തെ തന്നെ ഈ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ ഈ പാചകവാതകത്തിനും തന്നെ വലിയ ക്ഷാമം നേരിട്ടിരുന്നു. അതിന് പിന്നാലെ പാചകവാതകത്തിന് വിലയും വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഗാർഹിക സിലിണ്ടറിനൊക്കെ തന്നെ വില വർദ്ധിപ്പിച്ചതോടെ ഈ കുടുംബ ബജറ്റുകളൊക്കെ തന്നെ താളം തെറ്റിയ അവസ്ഥയാണ്. ഈ വാണിജ്യ സിലിണ്ടറുകൾക്ക് വില അടിക്കടി ഉയർത്തുന്നത് കൊണ്ട് തന്നെ ഈ ഹോട്ടൽ വ്യവസായം ഒക്കെ തന്നെ തകർച്ചയുടെ വക്കിലുമാണ്. പല ഹോട്ടലുകളും അടച്ചുപൂട്ടിക്കഴിഞ്ഞു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ധനവിലയും പെട്രോൾ ഡീസൽ വിലയും ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിപ്പിച്ച് കൊണ്ടിരിക്കുന്നത്. എങ്ങനെ സാധാരണക്കാരുടെ ജീവിതം ഇനി മുന്നോട്ട് പോകും? ഈ വിഷയമാണ് ഇന്ന് ഓപ്പൺ ഫോറം പരിശോധിക്കുന്നത്. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതാവ് ശ്രീ കെ ഗംഗാധരൻ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നേതാവ് ശ്രീ കെ അച്യുതൻ, ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC നേതാവ് ശ്രീ NK രാജീവ് എന്നിവരെയാണ്. 3 പേരെ ഞാൻ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആദ്യം ശ്രീ ഗംഗാധരനിലേക്ക് പോവുകയാണ്. ശ്രീ ഗംഗാധരൻ, ഇന്ധനവില ഇങ്ങനെ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ബസ് വ്യവസായമൊക്കെ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഇവിടെ കേരളത്തിലെ ബസ് വ്യവസായത്തെ സംബന്ധിച്ച് പറയുന്നത് മുന്നേ തന്നെ ഈ വ്യവസായം തകർന്ന് തരിപ്പണമായ സ്ഥിതിയിലാണ്. കോവിഡിന് ശേഷം കേരളത്തിലെ ഏകദേശം 24,000 ബസ്സുകൾ ഉണ്ടായിരുന്നത് ഇന്നത്തെ കേവലം 8,000 ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിവരുന്നത്. അത് തന്നെ അതിന്റെ ചെലവിന് ആനുപാതികമായിട്ടുള്ള വരവ് കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴ് ഒരു ഇന്ധന വില വർധനവ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 1 ലിറ്റർ ഡീസൽ വക 8 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. 100 ലിറ്റർ ഡീസൽ അടിച്ച് സർവീസ് നടത്തുന്ന ഒരു ബസ്സിന് പ്രതിദിനം 800 രൂപയുടെ അധിക വർധന ഇതിൽ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അത് ഒരു കാരണവശാലും ഈ ബസ് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം ഏവർക്കും അറിയാവുന്നതുപോലെ കൊണ്ട് ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് ചർച്ച ചെയ്യുകയും നിവേദനങ്ങൾ നൽകുകയും ഉണ്ടായി. അപ്പോൾ അതിനിടയിലാണ് ഇവിടെ പുതുതായിട്ടുള്ള UDF ഗവൺമെന്റ് വന്നതിന് ശേഷം ഇവിടെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്നുള്ള നടപടിക്രമങ്ങളായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഈ വ്യവസായം മതപ്പതിച്ചു കഴിഞ്ഞു ഒരു കാരണവശാലും മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ ഏകദേശം 60% പറഞ്ഞോളൂ ശ്രീ ഗംഗാധരൻ, കേൾക്കാം. കേരളത്തിലെ ഏകദേശം 60% യാത്രക്കാർ സ്ത്രീകളാണ്. ഈ സ്ത്രീകളൊക്കെ KSRTCയിൽ യാത്ര തുറന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റ് ബസ്സുകളിൽ പ്രൈവറ്റ് ബസ്സുകളിൽ യാത്ര ചെയ്യാൻ ആൾക്കാരുണ്ടാവാതെ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതെങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടും വകുപ്പ് മന്ത്രിയും അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിക്കൊണ്ട് ഞങ്ങളുടെ സംഘടനാ നേതൃത്വം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയായി കഴിഞ്ഞാലും KSRTC അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് വ്യവസായം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നടപടി ഉണ്ടാവണം എന്നുള്ളത് ഞങ്ങളുടെ പരമപ്രധാനമായ ഒരു ആവശ്യമാണ്. അതോടുകൂടി ഈ ഡീസലിന്റെ വിലവർദ്ധനവ് കൂടി എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും എന്നുള്ളത് കൂടി അത് ആലോചിച്ചുകൊണ്ട് കാരണം ഇതിനൊരു നടപടി ഇല്ലാതെ പക്ഷം ബസ്സുകൾ ഒരു പ്രത്യക്ഷ സമരം പ്രഖ്യാപിക്കാതെ തന്നെ ഓരോന്നോരോന്നായി നിന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ വിദ്യാർത്ഥികളെ പൂർപ്പിക്കാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ 14 വർഷമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. കേവലം ഇന്നും 1 രൂപ മാത്രം വാങ്ങിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളെ ഇവിടെ യാത്രാ സൗജന്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊരു മാറ്റം വേണം. പിന്നെ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് 3 കമ്മീഷൻ പഠിക്കുകയും അതിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും പക്ഷെ അതൊന്നും തന്നെ പുറത്തെടുക്കാതെ അതിന് പ്രകാശം കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതിലും കൂടി ഒരു കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലയെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പറയാനുള്ളത്. ശരി, താങ്കളിലേക്ക് വരാം. ശ്രീ കെ അച്യുതൻ, ഈ പാചകവാതക ക്ഷാമമൊക്കെ രൂക്ഷമായിരുന്നു, ഇപ്പോഴും അതുണ്ട് താനും. പിന്നീട് അതിന് പിന്നാലെ ഈ വാണിജ്യ സിലിണ്ടറിനൊക്കെ തന്നെ അടിക്കടി വിലയും വർദ്ധിപ്പിക്കുകയാണ്. വലിയ തോതിൽ വില വർധന ഉണ്ടായിട്ടുമുണ്ട്. പല ഹോട്ടലുകളും ഈ പാചകവാതക ക്ഷാമത്തെ തുടർന്ന്
അടച്ചുപൂട്ടുകയും ചിലതൊക്കെ തുറന്നിട്ടുണ്ട്, പക്ഷേ ഭൂരിഭാഗവും തുറന്നിട്ടുമില്ല. ഇതേ രീതിയിൽ എങ്ങനെയാ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ വ്യവസായം? അതെ, ഏതാണ്ട് കഴിഞ്ഞ ഡിസംബർ മാസം 1653 ഗ്യാസ് കുറ്റിക്ക് ഈ കഴിഞ്ഞ മെയ് 5-ാം തീയതി, അതായത് മെയ് 4-ന് ശേഷം ഇലക്ഷൻ ബോർഡിലെ എണ്ണം കഴിഞ്ഞതിന് ശേഷം വന്നത് 3200 രൂപയാണ്. 1993 ഒന്നായിട്ട് കയറി. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ 3200, ഏകദേശം 95% ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ കൊണ്ടുപോകും? അഞ്ച് മാസം ഡിസംബർ ആയിട്ട് 5 മാസത്തേക്കാണ് ഇത്രയും വില തോന്നുന്ന ഗ്യാസിന് മാത്രമേ ഉള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പം കാണുന്ന ഡെയിലി ഏകദേശം 10 രൂപയുടെ അടുത്ത് ഈ മാസം തന്നെ 9-10 രൂപയോളം തന്നെ ഡീസൽ പെട്രോൾ, അതെല്ലാം ബാധിക്കും ഹോട്ടലുകൾക്ക്. കാരണം സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഇതോട് അനുബന്ധിച്ചിട്ട് ഈ ഗ്യാസിന്റെ തുടങ്ങിയ മുതൽ ഏകദേശം കുറെ ഹോട്ടലുകൾ 50% പൂട്ടിയിന്. തുറക്കുന്നതും പകുതി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടേ തുറക്ക്. ഇപ്പോഴും ഗ്യാസ് കിട്ടുന്നുണ്ടെങ്കിൽ കൂടി വില കൂടുതലായിട്ട് ചെറിയ ചെറിയ ആൾക്കാരിലൊന്നും പൂട്ടിപ്പോവും. മാത്രമല്ല മറ്റുള്ള കൂട്ടർ വിറകിന്റെ എത്തും, വിറകിന് വാരിച്ച വിലയും കൂടിയിട്ടേ ഉള്ളത്. അപ്പൊ ഇങ്ങനെയാകുമ്പോൾ ഈ വ്യവസായം തകർച്ചയിലേക്ക് പോകുന്നത്. ഇത് സെൻട്രൽ ഗവൺമെന്റ് പ്രത്യേകം കണ്ടുപിടിക്കുന്നതിന് നോക്കിയിട്ട് ഇതിന് എന്തെങ്കിലും മാർഗത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ ഈ വ്യവസായം താനെ തകർന്നു പോകും. കാരണം ഇടത്തരം ഹോട്ടലുകാർക്ക്, വലിയ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകൾ അതിനനുസരിച്ചുള്ള റേറ്റ് കൂട്ടാം. ഇത് ജനങ്ങളെ സേവിക്കുന്ന ഒരു മേഖലയാണ് സാധാരണക്കാരുടെ ഹോട്ടലുകൾ. അപ്പൊ ഇത് വില കൂട്ടാന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ അല്ലാണ്ട് അപ്പം താങ്ങാൻ കഴിയില്ല. കാരണം ഇത് 90% ഏതാണ്ട് ഗ്യാസിന് വർദ്ധിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ സാധനത്തിനും പച്ചക്കറികൾ കുറച്ച് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇപ്പം പച്ചക്കറിക്ക് പോയി, കോഴിക്ക് 150 ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കൂടിക്കൂടി സാധാരണ കഴിക്കുന്ന ഹോട്ടലുകാർ, പല ഹോട്ടലുകാരും കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഹോട്ടലുകാരിലും നിർത്തിയിട്ട് പോകേണ്ട പുതിയ മാർഗത്തിലേക്ക് ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടും മറ്റെല്ലായിട്ടും പോകാം. അപ്പൊ ഇത് മേഖല സാധാരണക്കാരന്റെ ഹോട്ടലുകൾ മേഖല തകർച്ചയിലേക്കാണ് പോകുന്നത്. അപ്പൊ എന്ത് വേണം? ഇത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും എന്താ വേണ്ടതെന്ന് കഴിഞ്ഞാൽ അതിന് മാർഗം കണ്ടിട്ട് സംരക്ഷിക്കാൻ ഗ്യാസിന്റെ വില കുറക്കുക. അതോടൊപ്പം തന്നെ പെട്രോളിന്റെ കുറച്ചിട്ടില്ലെങ്കിൽ ഇപ്പം ബസ്സിന്റെ ഓണേഴ്സ് അങ്ങോട്ടും പറഞ്ഞ പോലെ ഈ ബസ് കയറണ്ടിക്കലൊന്നും ഓട്ടോമാറ്റിക്കലി മാറ്റിവെക്കലല്ല. അതിന്റെ വില കുറച്ചിട്ടില്ലെങ്കിൽ കരയില്ല. അല്ലെങ്കിൽ ഡീസലിന് പെട്രോളിന് വില കുറച്ചിട്ട് നമുക്ക് കൊടുക്കേണ്ട സംവിധാനം ഉണ്ടാവണം. ഹോട്ടലുകളിൽ സാധനം കൊണ്ട് റോട്ടേഷൻ ഇപ്പം 50 റുപ്യ കൊടുക്കുന്നെങ്കിൽ 2-3 കിലോമീറ്ററിന് 50 റുപ്യ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിപ്പോ 150 പറഞ്ഞാൽ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ അതും കൂടി അടിച്ചേൽപ്പിക്കല. ഈ ഹോട്ടൽ മേഖല എന്ന് പറഞ്ഞാൽ പല മേഖലകളും ചേർന്നിട്ടില്ല. പാല്, ഇറച്ചി, മുട്ട, വിറക്, ഗ്യാസ്, ഇങ്ങനെ തൊട്ട് ഇതിനേക്കാളും ഹോട്ടൽ നടത്തുന്ന ഒരു 10, 50, 25 ആളുണ്ടെങ്കിൽ അതിന്റെ ഉപരിയായിട്ട് ഇതിനോട് അനുബന്ധമായിട്ട് ജീവിക്കുന്ന ഒരുപടി ആളുണ്ട്. അപ്പൊ ഈ മേഖല പോയി കഴിഞ്ഞാൽ എന്താ സംഭവം? ഇത്തരം ആളുകളിൽ നിന്ന് ജീവിതം വഴിമുട്ടും. ഒരു മുട്ടക്കാരനായാലും, ഇറച്ചിക്കാരനായാലും, പിന്നെ ഗ്യാസുകാരനായാലും, അതായത് വാട്ടർ കുത്തിയുള്ളൂ. ഇതെല്ലാം എല്ലാ മേഖലയിലൊന്നും എല്ലാം നിർത്തുവോ? 2-3 ഹോട്ടലുകളിൽ ഒരു 2-3 ദിവസങ്ങൾ ഹോട്ടലിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവിടുത്തെ പാല് ഓടയിലൊഴിക്കേണ്ടി വരും. ഞാൻ ഇത് പഠിച്ചും കൊണ്ട് പറയുന്നത്, വെറുതെ പറയുന്നില്ല. കാരണം അത്രയും എന്ന് പറഞ്ഞാല് ഹോട്ടലുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞാൽ ഉൾക്കൊണ്ടുകൊണ്ടെന്ന് കഴിഞ്ഞാൽ വരുന്ന കച്ചവടങ്ങളിലൊക്കെ. അപ്പൊ അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റും അതായത് സ്റ്റേറ്റ് ഗവൺമെന്റും ചെയ്യാൻ പറ്റുന്ന മേഖലയിലും ഇപ്പൊ കോഴിന്റെ ഗവൺമെന്റ് ഇടപെട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റൂ. അതിപ്പോ അടിക്കടി യാതൊരു നിയന്ത്രണവും ഇല്ലാണ്ട് ഇങ്ങനെ പോവുക. 100, 120, 110, 140, 150, ഇപ്പൊ 160 അപ്പൊ ഇത് വരുമ്പോ ഇത് സാധാരണക്കാരൻ എന്തായാലും ഹോട്ടലുകാർ 5 റുപ്യ 10 റുപ്യ എന്ന് പറഞ്ഞാൽ ഒരു കറിക്കങ്ങ് വർദ്ധിക്കുമ്പോൾ സാധാരണക്കാരന്റെ തിരിച്ചെന്നാ പോവാ. പക്ഷെ വർദ്ധിപ്പിക്കല് ഒരു പരിധി വരെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ കച്ചവടത്തിന് ബാധിക്കും, ഉറപ്പാ. അതുകൊണ്ട് ഞങ്ങൾ സാധാരണക്കാരുടെ ഹോട്ടലുകൾ വർദ്ധിപ്പിക്കാതെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹക്കാരൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എല്ലാവരോടും പറയുന്നത്. എനിക്ക് പറയാനുള്ളത് ഈ മേഖലയിൽ നിന്ന് പിടിച്ചു നിർത്താൻ സെൻട്രൽ ഗവൺമെന്റും അതേപോലെ എന്ന് പറഞ്ഞാല് സ്റ്റേറ്റ് ഗവൺമെന്റും ഒന്നായിട്ട് ഒരു കൂട്ടമായിട്ട് തീരുമാനമെടുത്ത് സംരക്ഷിക്കണം എന്നാണ് എനിക്ക് പറയേണ്ടത്. പെട്രോളിന്റെയും ഡീസലിന്റെയും ഗ്യാസിന്റെയും അതേപോലെ ഭക്ഷ്യ സാധനങ്ങളുടെ വില വർധനവും പിടിച്ചു നിർത്തേണ്ട സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി ഇടപെട്ടും കൊണ്ട് ഈ മേഖലയെ സംരക്ഷിക്കണം എന്നാ ഒന്നും കൂടി എനിക്ക് പറയാനില്ല. ശരി, താങ്കളിലേക്ക് വരാം. ശ്രീ രാജീവ്, അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ തന്നെ വില. ഈ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള ചാർജ് വാങ്ങി ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? 12 ദിവസത്തിനുള്ളിൽ 4 തവണയാണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചത്. ഇപ്പൊ ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ 102 രൂപ 85 പൈസയാണ് ഡീസലിനും, പെട്രോളിന് 116
114 രൂപ 16 പൈസയാണ്. ഇങ്ങനെ പോയാൽ നമ്മളുടെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ അവസ്ഥ വളരെ പരിതാപകരമായി. കഴിഞ്ഞ 2022 മെയ് മാസമാണ് LDF സർക്കാരുള്ള കാലത്ത് ഡീസൽ മിനിമം ചാർജ് 30 രൂപയായി വർദ്ധിപ്പിച്ചത്. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് വില നേരിയ തോതിലെങ്കിലും വർധന ഉണ്ടായെങ്കിലും ഇതൊരു വലിയൊരു ബാധ്യതയാണ് നമുക്കിപ്പോൾ അടിച്ചേൽപ്പിച്ചത്. നമുക്ക് ഇനി മിനിമം ചാർജ് കൂട്ടാതെ നമുക്ക് മിനിമം 40 രൂപ എങ്കിലും ഇല്ലാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. വളരെയേറെ പ്രയാസത്തിലായിരിക്കും അക്ഷയുടെ. ഇപ്പം തന്നെ ഓട്ടോ സ്പെയർ പാർട്സിന് വില വർധനവ്, ഓട്ടോറിക്ഷ റീസോള് വർദ്ധിച്ചു, ടയറിന് വില വർദ്ധിപ്പിച്ചു. ഇതെല്ലാം കൊണ്ടും നമ്മളുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. സാധാരണക്കാരുടെ അവസ്ഥ ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെങ്കിൽ നമ്മളുടെ അവസ്ഥ അതിലും പരിതാപകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി മിനിമം ചാർജ് വർധനവില്ലാതെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഈ പഴയ ചാർജിൽ നമുക്ക് പോയാൽ സാധിക്കില്ല എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. ശ്രീ കെ ഗംഗാധരൻ, നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, എല്ലാ മേഖലയിലും വിലക്കയറ്റം അതിരൂക്ഷമാവുകയാണ്. സാധാരണക്കാരനെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അനുദിനം മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും ഇന്ധന വില വർധന ഉണ്ടായാൽ അത് ഒരു തരത്തിലും ജനങ്ങൾക്ക് ജീവിതം സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യവും ഉണ്ടാകും. പക്ഷേ താങ്കൾ തന്നെ പറയുന്നു, ഇനിയിപ്പോൾ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വരുന്നു, അതോടൊപ്പം തന്നെ ഇന്ധന വിലയും ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ആ രീതിയിലാണെങ്കിൽ ബസ് വ്യവസായം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുള്ളൊരു പോംവഴി നിങ്ങൾ മുന്നോട്ട് വയ്ക്കുക, ചാർജ് വർധനവ് തന്നെയായിരിക്കും. പക്ഷേ എല്ലാ മേഖലയിലും ഇങ്ങനെ വിലക്കയറ്റം ഉയരുന്ന സാഹചര്യത്തിൽ, വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്ന സാഹചര്യത്തിൽ ഈ ബസ് ചാർജ് കൂടി വർധന, അതിന് സർക്കാർ തയ്യാറാവുമോ? നമ്മള് ഈ സാഹചര്യത്തിൽ ബസ് ചാർജ് വർധനവ് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. കാരണം ഒരു ബസ് ചാർജ് വർധനവ് കൊണ്ട് ഉണ്ടായിക്കഴിഞ്ഞാല് ഇനിയും ഞങ്ങളുടെ യാത്രക്കാർ കുറയാനാണ് സാധ്യത. അതുകൊണ്ട് ഒരു അവശ്യ സർവീസ് എന്നുള്ളതിൽ സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപക്ഷെ വന്നിട്ട് പെട്രോളിന് അധിക നികുതി ഒഴിവാക്കി തരിക, അതുപോലെ തന്നെ പെട്രോളിന് വന്നിട്ട് റേഷൻ സമ്പ്രദായം പ്രൈവറ്റ് ബസ്സുകാർക്ക് ഏർപ്പെടുത്തുക, പെട്രോളിന് ഡീസലിന്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല, അതുപോലെ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ചെറിയൊരു മാറ്റം വരുത്തുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇതിനൊരു കമ്പൻസേറ്റ് ചെയ്യല്ലാതെ ഒരു ചാർജ് നമ്മളിപ്പോൾ അത് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത് ഒന്നുകൂടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ളതാണ്. അത് സർക്കാർ ഇന്നൊരു പോംവഴി കണ്ടെത്തണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഡീസലിന്റെ വില ഇപ്പോഴും 8 രൂപ ആണെങ്കിൽ ഇനി ഇത് എവിടെ നിൽക്കൂ എന്നുള്ളത് പോലും നമുക്ക് ഊഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഞങ്ങളിപ്പോഴേ ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഓഫീസുകൾക്കും മറ്റും പോസ്റ്റ് ഓഫീസുകൾക്കും മുൻപേ ഒരു ധർണ സംഘടിപ്പിക്കാൻ വേണ്ടി കേരളം ഒട്ടാകെ ഒരു ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. അത് വരുന്ന 8-ാം തീയതി ഞങ്ങള് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അത് നടത്താൻ വേണ്ടിയും ജനശ്രദ്ധ പിടിച്ചു പറ്റാനും അതുപോലെ അധികാരികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനം എടുത്തിരിക്കുകയാണ് കേരളം മൊത്തമായിട്ട്. ഇത് സംബന്ധിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചർച്ചകൾ ഇതിനകം നടത്തിയിട്ടുണ്ടോ? ഇത് സംബന്ധിച്ചുള്ളതായ നമ്മളുടെ പ്രയാസങ്ങള് സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രിയെയും അതുപോലെ തന്നെ നമ്മളുടെ മുഖ്യമന്ത്രിയെയും നമ്മളെ ഫെഡറേഷന്റെ ഭാരവാഹികൾ കാണുകയും അവരുടെ മുമ്പാകെ നമ്മൾ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നിങ്ങളെയും കൂടി കേട്ടതിന് ശേഷം നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും കൂടി എന്തെങ്കിലും കൂടി പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ ഈ സ്ത്രീകൾക്കുള്ള യാത്രാസൗകര്യം നടപ്പിലാക്കുകയുള്ളൂ എന്നുള്ള ഉറപ്പ് തരികയും അതോടൊപ്പം തന്നെ അതിനുശേഷമാണ് ഈ ഡീസലിന്റെ വില വർധന അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ചർച്ച ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു പോംവഴി കാണേണ്ടത് സർക്കാരാണ്. ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാ കാലത്തും പറഞ്ഞ് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വ്യവസായം വന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ആവും എന്നുള്ള യാഥാർത്ഥ്യമാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇവിടെ പൊതുഗയാത്ര നടത്തുന്ന അവസരത്തിൽ പോലും എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ മെമ്മോറാണ്ടം കൊടുത്തതാണ്. അപ്പൊ ഇതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിന് ഈ നമ്മളുടെ പ്രയാസങ്ങൾ സംബന്ധിച്ചിട്ട് അറിയാവുന്നതാണ്. ശരി, താങ്കളിലേക്ക് വരാം. ഏറ്റവും ഒരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, ശ്രീ കെ അച്യുതൻ,
താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു പാചകവാതക ക്ഷാമം, അതോടൊപ്പം തന്നെ ഗ്യാസിന്റെ വിലവർധനവും ഒക്കെ തന്നെ പല ഹോട്ടലുകളും പൂട്ടി. പക്ഷേ നിലവിലുള്ള ഹോട്ടലുകളിൽ ഭൂരിഭാഗവും വിലയൊക്കെ തന്നെ അങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ വില വർധനയൊക്കെ തന്നെ ജനങ്ങളെങ്ങനെ, ഏത് രീതിയിലാണ് ജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം? അവർ സഹകരിക്കുന്നുണ്ടോ അതോ വല്ല രീതിയിലുള്ള ദേഷ്യപ്പെടലും ഒക്കെ ഉണ്ടാകുന്നുണ്ടോ ആളുകളുടെ ഭാഗത്തു നിന്ന്? ആളുകളെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പല ഹോട്ടലുകളിലും പോയിട്ട് ഈ വില ഇപ്പൊ പാലിന് വർദ്ധിച്ചു. 3 ദിവസം മുമ്പാണ് ഒന്നാമത് പാലിന് വർദ്ധിക്കും, ബാക്കിയുള്ള പാലിന് മിൽമക്ക് ഞാൻ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. അപ്പോ 4 രൂപയാണ് മിൽമക്ക്, അതേപോലെ സൊസൈറ്റിക്ക് 6 രൂപ ഒരു ലിറ്ററിന് കൂടെ വർദ്ധിച്ച്. ഇതിന് മുകളിൽ എനിക്ക് കാറ്റാൻ പറ്റുമോ? കാറ്റാൻ പറ്റൂല. നമുക്ക് എല്ലാം കൂടി ഗ്യാസിന്റെ വില, ബാക്കിയുള്ള സാധനങ്ങളുടെ വില, അത്യാവശ്യമുള്ളതെന്ന് വെച്ചാൽ ചായക്ക് ഉപയോഗിക്കുന്ന ചായപ്പൊടി, പഞ്ചസാര, അപ്പൊ ഇന്ധനം, ഇതിന്റെ വില ഒന്നായിട്ട് കൂടുമ്പോഴാണ് ഒരു ചെറിയൊരു കൂട്ടല്. പക്ഷെ ഇപ്പോഴ് ഒരു വിധത്തിലൊന്നും ഞാൻ വില വർദ്ധിപ്പിക്കലല്ല ലക്ഷ്യം. എത്രയോ വില ഇങ്ങനെ കാറ്റും അതിനനുസരിച്ച് വില കയറ്റി കഴിഞ്ഞാൽ ഇവിടെ കഴിക്കാൻ ആള് കൊണ്ടേ. മാത്രല്ല ജനങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കലില്ല. ഞങ്ങളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാക്സിമം ഇതിന് ഗ്യാസിന്റെ റേറ്റ് കുറച്ചിട്ട്, അതേപോലെ പെട്രോൾ ഉൽപ്പന്നങ്ങൾ, പെട്രോളും ഡീസലും എല്ലാം കുറച്ചാലും ഹോട്ടലുകളിലും വരുന്ന വാഹനങ്ങളുടെ റേറ്റും കുറയും. അതിനനുസരിച്ച് ഞങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാം. വില വർദ്ധിപ്പിക്കല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ വില വർദ്ധിക്കുമ്പോൾ 100% എല്ലാം വർദ്ധിപ്പിച്ചു. 100% ഇപ്പം ചായക്കെന്ന് കഴിഞ്ഞാൽ 15 റുപ്യ 30 റുപ്യക്ക് ചായ വിൽക്കാൻ പറ്റൂലല്ലോ. ഒരു ഊണിന് 60 എന്ന് കഴിഞ്ഞാൽ 120 വിൽക്കാൻ പറ്റൂലല്ലോ. ഇവിടെ കഴിക്കാൻ ആൾ വേണ്ട. സാധാരണക്കാരനായ ഹോട്ടലുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്റ്റാർ ഹോട്ടലുണ്ട്. സ്റ്റാർ ഹോട്ടൽ ഗ്രേഡുകൾ എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ 4 സ്റ്റാർ, അതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് എത്ര കാര്യമല്ല അതിനനുസരിച്ച് അവർ മിനിമം വർദ്ധിച്ചിട്ടൊന്നും ഞാൻ ചോദ്യം ചെയ്യില്ല. ഇതല്ല, ചോദ്യം ചെയ്യൽ മാത്രമല്ല, ആളുകളെ ഹോട്ടൽ ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റാതെ കഴിക്കൽ കാശ് ഇല്ലാണ്ട് ഇരിക്കും. ഞങ്ങൾക്ക് വേണ്ടത് ഗവൺമെന്റ് ഇടപെട്ടിട്ട് നിത്യാവസ്ഥ സാധനങ്ങളെല്ലാം വില ഒന്ന് ഏകീകരിക്കലും, അതോടൊപ്പം തന്നെ ഇന്ധനത്തിന്റെ, പെട്രോൾ ആയാലും ഡീസലായാലും, അതേപോലെ നമ്മൾ മുൻപന്തിൽ ഇരുന്ന ഗ്യാസിന്റെ, ഇതൊക്കെ വില കുറച്ച് കിട്ടിയിട്ട് ഞങ്ങളെ ഈ മേഖല സംരക്ഷിക്കുക. ആ സംരക്ഷിച്ചു കഴിഞ്ഞാല് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാല് പൊതുജനങ്ങൾക്ക് കൂടി ഞങ്ങളുമായിട്ട് സഹകരിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ ഹോട്ടലുകൾ വന്നിട്ട് ആരും ഇതുവരെ പറഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ ഒരു വർത്തമാനവും പറഞ്ഞിട്ടില്ല. ഈ ഇപ്പൊ പാലിന് പറ്റി ഇങ്ങനത്തെ ചായക്ക് കയറ്റാവുന്ന പല ചെറിയ ഹോട്ടലുകളും സംഘടനയുടെ അടുത്ത് നമ്മൾ വിളിച്ചു ചോദിക്കല്. ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു വിധത്തിൽ നിങ്ങൾ വില കയറ്റിയല്ല, പിടിച്ചു നിൽക്കുക. എങ്ങനെ പിടിച്ചു? പക്ഷെ എങ്കിലും ഒരു 30% ഹോട്ടൽ ഇതിൽ നിന്ന് പോയി, ഈ ഗ്യാസിന്റെ വില വർധന പോയി. പല ആൾക്കൊന്നും ഇങ്ങനെ ഗ്യാസില്ല. വിറകിലെന്ന് കഴിഞ്ഞാൽ വിറക് കൊള്ളാതെ, അതോടൊപ്പം തന്നെ വിറക് കത്തിക്കേണ്ട സംവിധാനം ഗ്യാസുള്ളതുകൊണ്ടെന്ന് പറഞ്ഞാല് പുക അധികം പറയണ്ടെന്ന്, നിങ്ങൾ ഗ്യാസ് ആക്കണമെന്നും പല ഹെൽത്ത് വിഭാഗത്തിൽ അടക്കം വന്നിട്ട് പറഞ്ഞിട്ട് ഇതെല്ലാം പൊളിച്ചിട്ട് പറഞ്ഞാൽ ആ സംവിധാനത്തേക്ക് മാറ്റി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ വിറക് കത്തിക്കേണ്ട സംവിധാനങ്ങൾ ഏകദേശം 75-90% ഹോട്ടലുകൾക്ക് ഇല്ല. ഗ്യാസ് ഇല്ലെങ്കിൽ മുന്നോട്ട് പോവില്ല. അപ്പൊ ഇതാണ് സ്ഥിതി. എനിക്കിപ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഗവൺമെന്റ് ഇടപെട്ടിട്ട്, സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ചില കാര്യങ്ങളും ചെയ്യും. ഇപ്പൊ പെട്രോളിനും ഡീസലിനും ഗ്യാസിനും വില ഒതുക്കും. അതിന്റെ ഇന്ധനത്തിന്റെ ടാക്സ് ഉണ്ടല്ലോ സ്റ്റേറ്റിന് വരുന്ന, അതെന്താ കുറച്ചുകൂടെ? അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെന്റ് മാക്സിമം, ഇന്നലെ പേപ്പറിൽ കണ്ടത് ശരിയാണെങ്കിൽ, കാരണം ക്രൂഡ് ഓയിൽ കുറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ ഇവര് വില കൂട്ടിക്കൊണ്ടിരിക്കുക. ഇന്നലെ 2 രൂപ പൈസ 3 രൂപ പൈസ ഇന്നലെ കൂട്ടി. അക്കാര്യത്തിലാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. ക്രൂഡ് ഓയിൽ വില കുറയുമ്പോഴാണ് ഈ ഇന്ധന വില കൂട്ടുന്നത്. അതിന് ഞാൻ പറയുന്ന പറഞ്ഞാല് അതിലെന്ന് ഈ താഴോട്ട് വരുമ്പം, ക്രൂഡ് ഓയിൽ താഴോട്ട് വരുമ്പോൾ എന്തിനാണ് പിന്നെയും വർദ്ധിപ്പിക്കുന്നത്? അതിപ്പോ ഞാൻ ശരിക്കും ക്രൂഡ് ഓയിൽ വർധന മാത്രമല്ല, വേറെന്തോ ലക്ഷ്യം വെച്ചിട്ട് സാധാരണക്കാരുടെ കൈയിട്ട് വാരലാന്ന്. ഇത് എന്തായാലും അംഗീകരിക്കാൻ പറ്റില്ല. സെൻട്രൽ ഗവൺമെന്റ് ഗ്യാസിനും പെട്രോൾ ഉൽപ്പന്നങ്ങൾ കുറച്ചേ തീരൂ. എന്നാല് ഞാനിപ്പോ ബസ്സാറോ മറ്റുള്ള ഓട്ടോറിക്ഷക്കാരെന്ന് പറയുന്നത് അവരെല്ലാം പുറക്കണ്ടിക്കല് ഈ ഇന്ധനത്തിന്റെ വില കുറഞ്ഞത്. കാരണം ഇതിപ്പോ ഹോട്ടലുകൾ സാധനം കൊണ്ടുപോകണ്ടിക്കല്, വേനായാലും ഓട്ടോ ആയാലും ഗുഡ്സ് ആയാലും ഇതെല്ലാം വരുമ്പം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വരുമ്പോൾ 100-150 ഒരു പ്രാവശ്യം വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് എത്ര താങ്ങാൻ കഴിയും? അപ്പൊ എത്ര ജനങ്ങൾക്ക് താങ്ങാൻ കഴിയുക? അതോടൊപ്പം ഹോട്ടലുകാർക്ക് ഇത് വെറുതെ വെച്ച് പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ, 100 ലിറ്റർ പാല് വാങ്ങുന്ന ഒരു ഹോട്ടലുകാരന് എത്രയായി നിങ്ങൾ കണക്കൂട്ടി നോക്കട്ടെ. ഒരു ദിവസം വരും, ആ ഒരു ഒരു മാസത്തുമ്പോ ഇതെങ്ങനെ കൊണ്ടുപോകും? ഇത് പിൻവലിക്കോ? ഇല്ല. അപ്പൊ ഇതുകൊണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഹോട്ടൽ മേഖലയെ സംരക്ഷിക്കണമെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ള റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരന് പഴയ രൂപത്തിൽ നിന്ന് ഹോട്ടലുകൾ ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകാം. വില വർദ്ധിപ്പിച്ച് നമ്മൾ ലക്ഷ്യമല്ല. ഞങ്ങൾ സംഘടനയും പറയുന്നത് വില വർദ്ധിപ്പിക്കലില്ല, നമ്മളിത് കുറക്കാം. ഇപ്പൊ കഴിഞ്ഞ
ഒരു 14-ാം തീയതി നമ്മള് സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയുണ്ട്. അതിനുശേഷം നമ്മള് ടിക്കറ്റിങ്ങനെ ഒരു ദിവസം ഹോട്ടലുകൾ അടച്ചിട്ടു. ഇനിയിപ്പം മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും അല്ലെന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി ലെറ്റർ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. ധനകാര്യ മന്ത്രിക്കും ഇവിടെയുള്ള ഭക്ഷ്യമന്ത്രിക്കും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഡൽഹി പോയിട്ട് ധർണ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരള ഹോട്ടൽ അസോസിയേഷൻ കഴിഞ്ഞ മീറ്റിംഗിൽ. ഈ മീറ്റിംഗ് ഈ വരുന്ന 16 എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടോ 20 പോവുകയാണെങ്കിൽ? പല ഹോട്ടലുകളും പിന്നെയും പൂട്ടിയിട്ട് പോയിട്ട്, കാരണം ഒരു ജീവിതം നശിക്കുക ഒരാളെ അല്ല സാറേ. ഈ വരുന്നതെന്ന് പറഞ്ഞാൽ അതിൽ അനുബന്ധമായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാല്, മുട്ട, ഇറച്ചി, വിറക്, ഗ്യാസ്, ഇങ്ങനത്തെ അനുബന്ധമായിട്ട് ഒരുപടി ഒരു ഹോട്ടലിൽ 15 ആളുണ്ടെങ്കിൽ ഒരു 10-20 ആൾക്കാർ ജീവിച്ചു പോകുന്നുണ്ട്. അതും കൂടി കണക്കിൽ എടുക്കണോ? അതുകൊണ്ട് ഇത് സാധാരണക്കാരുടെ ഭരണകൂടം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനനുസരിച്ചിട്ട് പറഞ്ഞാൽ വില കുറച്ചിട്ട് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ട് സാധാരണക്കാരന്റെ ഹോട്ടലുകൾ നിലനിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ രാജീവ്, നമുക്കറിയാം ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയൊക്കെ തന്നെ ഒരു ജീവിതം. ഒരു ദിവസം ഓട്ടോ ഓടിയില്ലെങ്കിൽ അവരുടെ കുടുംബവും പട്ടിണിയിലാകും. മാത്രവുമല്ല ഈ ബാങ്ക് ലോണും ബാങ്ക് വായ്പയും ഒക്കെ ഉണ്ടാകും. ഒരു ദിവസം ഓട്ടോ ഓടിയില്ലെങ്കിൽ അവർക്ക് തീരാ ദുരിതം തന്നെയാണ് ഉണ്ടാവുക. എങ്ങനെയാണ് ഇപ്പോൾ ഇന്ധന വില വർധനമൊക്കെ ആയ സ്ഥിതിക്ക് എന്തെങ്കിലും വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ കീശയിൽ എന്തെങ്കിലും കാശ് ഉണ്ടാകുന്നുണ്ടോ, അതോ എല്ലാം ഇന്ധനം അടിക്കാൻ മാത്രം ചിലവാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ നിലവിൽ? വളരെ ഏറെ പ്രതിസന്ധി നേരിട്ടിട്ടാണ് നമ്മളിപ്പോ മുന്നോട്ട് പോകുന്നത്. ഒന്നാമത് ഇപ്പൊ ചട്ടം പറഞ്ഞ പോലെ ഹോട്ടലിലുള്ള റേറ്റ്, നമ്മളിപ്പോ കാലത്ത് തലശ്ശേരിയിൽ വന്ന് ജോലി ചെയ്ത് വൈകുന്നേരം വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും കാലത്ത് വരുമ്പോൾ ഉച്ചഭക്ഷണവും കൊണ്ടുവരില്ല. ഇവിടെ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഹോട്ടലിലുള്ള ഭക്ഷണത്തിന്റെ വിലക്കയറ്റവും അത് അവർക്ക് അറിയാം. ഗ്യാസിന്റെ വില വർധനവ് കൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെങ്കിൽ നമ്മളൊരു ഡീസൽ അടിച്ച് ഓട്ടോറിക്ഷ ലൈനിൽ വെച്ച് ഇപ്പം സാധാരണ ഇപ്പൊ തലശ്ശേരിയിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നതാണ് ഓട്ടോറിക്ഷകൾ. വലിയൊരു പണിയൊന്നും വൈകുന്നേരം ആകുമ്പോഴേക്ക് മൊത്തത്തില് നമ്മൾ വൈകുന്നേരം എത്തുമ്പോൾ നമ്മുടെ കയ്യിൽ കാശ് ഇല്ലാണ്ടാവും. കാരണം നിത്യോപ സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് കടകളിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് സാധനം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ അടുത്ത് 100-150 രൂപ അത്രയേ നമുക്ക് പറ്റുന്നു. ആ പല ആളുടെയും പ്രയാസം ഉണ്ട്. പക്ഷെ എല്ലാവരും ഉള്ളിൽ ഒതുക്കി നിത്യേന ടൗണിൽ നമ്മൾ ഈ ജോലി ചെയ്ത് മുന്നോട്ട് തന്നെ പോവുകയാണ്. ശരി, നമുക്കൊരു വില വർധനവ്, ചാർജ് വർധനവില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ ലോൺ എടുത്തത് ഇപ്പൊ CNG വണ്ടി ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ട്. അവർക്കൊന്നും ഇപ്പം ലോൺ അടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. പല വണ്ടികളും വീട്ടിൽ കയറ്റി വെച്ചിട്ടാണ് ഉള്ളത്. പിന്നെ ഇഷ്ടംപോലെ ലോണുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ലോൺ എല്ലാവരും ലോൺ എടുത്ത് വാഹനം എടുക്കുന്നു. പക്ഷെങ്കിൽ ഈ തൊഴിൽ എടുത്ത് നമുക്ക് ഒരു കുടുംബം പോറ്റാൻ പോലും ഇപ്പോൾ നമുക്ക് പറ്റില്ല എന്നത് യഥാർത്ഥത്തിൽ തന്നെയാണ്. ശ്രീ കെ ഗംഗാധരൻ, നിലവിൽ നിങ്ങളുടെ ബസ് വ്യവസായം ശരിക്ക് ലാഭത്തിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? നേരത്തെയൊക്കെ തന്നെ ഈ മലബാർ മേഖലയിൽ കൂടുതലായി സ്വകാര്യ ബസ്സുകളായിരുന്നു. കൂടുതൽ KSRTC ബസ്സുകളൊക്കെ തന്നെ അങ്ങ് തെക്കൻ ജില്ലകളിലായിരുന്നു. ഇപ്പോൾ മലബാർ മേഖലയിലും കൂടുതലായി KSRTCകളൊക്കെ തന്നെ സർവീസ് നടത്തുന്നുമുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാവുന്നുണ്ടോ സ്വകാര്യ ബസ് വ്യവസായത്തിന്? ഈ വ്യവസായം ഒരിക്കലും ലാഭത്തിലല്ല പോകുന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു വ്യവസായം ലാഭത്തിൽ പോകുകയാണെങ്കിൽ 34,000 ബസ്സുകൾ ഉണ്ടായിരുന്നത് ഇന്ന് കേവലം 8,000 ബസ്സിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഒരു സംരംഭം വന്നിട്ട് നല്ല രൂപത്തിൽ ലാഭകരമാണെങ്കിൽ ഒരിക്കലും വന്നിട്ട് ഇങ്ങനെ താഴോട്ട് പോകില്ല എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പ്രശ്നം സമയാസമയങ്ങളിൽ വേണ്ടപ്പെട്ട അധികാരികളുടെ മുമ്പാകെ നമ്മൾ വെക്കുകയും, പക്ഷേ ചില അവസരങ്ങളിൽ താൽക്കാലികമായിട്ടൊരു ചാർജ് വർധന കൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 14 വർഷമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ചാർജ് വർധന ഇന്നും 1 രൂപയിൽ നിൽക്കുന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് ഈ വ്യവസായം ലാഭത്തിലാണ് ആർക്കെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ അത് അവർക്ക് ധാരണയാണ്, യാതൊരു സംശയവുമില്ല. കാരണം ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായ ഈ ഡീസലിന്റെ സെസ് ഒഴിവാക്കുക, അതുപോലെ അധിക നികുതി ഒഴിവാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇതിന്റെ ഭാരം ഞങ്ങളിൽ ഉള്ളത് ഭാരം ലഘൂകരിച്ചും കൊണ്ട് സാധാരണ ജനങ്ങൾക്കും ഉള്ളാവുന്ന ഭാരം ലഘൂകരിച്ചും കൊണ്ട് സർക്കാർ ഒരു നല്ല തീരുമാനത്തിൽ എത്തിക്കൊണ്ട് ഈ വ്യവസായം സംരക്ഷിക്കുകയും. ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഒക്കെ സമീപനം എങ്ങനെയാണ് നിങ്ങളോട്? ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഒക്കെ സമീപനം എങ്ങനെയാണ് നിങ്ങളോട്?
മോട്ടോർ വാഹന വകുപ്പിന്റെ സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പറയണ്ടെങ്കിൽ ഒരുപാട് സമയം വേണം. ചുരുക്കി പറഞ്ഞാൽ മതി. അല്ലെ, യാതൊരു കാരണങ്ങളും ഇല്ലാതെ ഒരു ഉടമയോ അല്ല തൊഴിലാളിയോ അറിയാതെയാണ് ഈ ചലാൻ എന്നും പറഞ്ഞുകൊണ്ട് ഒളിഞ്ഞും കാത്തും നിന്നുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഫോട്ടോ എടുത്തുകൊണ്ട് ഈ ചലാൻ കെട്ടിക്കൊണ്ട് ചിലപ്പോ 1000, 2000, 7500 വരെ ഫൈനടിക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അത് സംബന്ധിച്ചും വേണ്ടപ്പെട്ട അധികാരികൾക്ക് ഞങ്ങൾ സമീപിക്കുകയും, കാരണം അങ്ങനെ എന്താണ് തെറ്റ് ചെയ്യുന്നത്, ഒരു തൊഴിലാളി തെറ്റ് ചെയ്യുന്നത് അറിയാതെ അവരുടെ പേരിൽ ഈ ചലം കെട്ടുന്ന സമ്പ്രദായം ശരിയല്ല. അതുപോലെ തന്നെ പെർമിറ്റ് രീതികള്, കാരണം ഈ 2 മിനിറ്റും 3 മിനിറ്റും കൊണ്ട് ഉള്ള പെർമിറ്റുകൾ കൊടുക്കുന്നത് സംബന്ധിച്ചിട്ട് ഇവിടുത്തെ അധികാരി ഞങ്ങള് വളരെ ഗൗരവ രൂപത്തില് ഞങ്ങള് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷെ അതിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മേഖലയിൽ വന്നിട്ട് ഈ അപകടങ്ങളും കാര്യങ്ങളൊക്കെ കൂടാനുള്ള കാരണം എന്താണ്? ഈ 1-2 മിനിറ്റ് കൊണ്ട് വന്നിട്ട് ബസ്സുകളിൽ പെർമിറ്റ് കൊടുക്കുമ്പോൾ മത്സരവോട്ടം ഉണ്ടാകുമ്പോൾ അപകടങ്ങൾ വർദ്ധിക്കും. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടത് ഡിപ്പാർട്ട്മെന്റാണ്. ശരി. ശ്രീ കെ അച്യുതൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഹോട്ടൽ വ്യവസായ മേഖല മുന്നോട്ട് പോകുന്നതെന്ന്. എങ്ങനെയാണ് ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കൊക്കെ തന്നെ കൃത്യമായി ഇപ്പോൾ വേതനം കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? മാത്രവുമല്ല, ഇപ്പോൾ കേൾക്കുന്ന ഒരു പുതിയ വാർത്തയാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ തന്നെ ഈ വോട്ട് രേഖപ്പെടുത്താനൊക്കെ തന്നെ നാട്ടിൽ പോയി മടങ്ങി വന്ന ശേഷം കൂടുതൽ വേതനമൊക്കെ ചോദിക്കുന്നുണ്ട് എന്നത്. അങ്ങനെയുണ്ടോ? ഹോട്ടൽ വ്യവസായ മേഖലയിലും അതുണ്ടോ? തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ ഇലക്ഷന്റെ തൊട്ട് 1 മാസം 2 മാസം മുമ്പേ പല ഹോട്ടൽ മാത്രമല്ല, അന്യ ദേശ തൊഴിലാളികള് എല്ലാ മേഖലകളിൽ നിന്നും പോയി. എന്റെ ഹോട്ടല് കൃത്യമായിട്ടെന്ന് കഴിഞ്ഞാല് കിച്ചണില് ക്ലീനിങ് പറ്റലേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. അതുകൊണ്ട് കുറച്ച് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ആയിട്ട് പോകുന്നത്. പക്ഷെ വേറൊന്നും, ഇവര് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ 15,000 ഉറുപ്പ്യ താമസവും ആകെ 8-9 മണിക്കൂറെ പണിയെടുക്കാം. 15,000, 16,000 ഇപ്പൊ 25,000 ഉറുപ്പ്യാണ് ക്ലീനിങ് പോയി അടക്കം ചോദിക്കുന്നത്. നിർബന്ധമായിട്ട് കൊടുക്കേണ്ടി വരുന്നത്, ഇത് പൂട്ടിപ്പോകുന്നതിന് കൊടുക്കേണ്ടി വരും. ആ രൂപത്തിലാണ് ഈ വ്യവസായം തൊഴിലാളികളെ ഇല്ലാണ്ട് തന്നെ വളരെ വളരെ മോശമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതാ ഞാൻ പറഞ്ഞ ഏകദേശം ഇപ്പൊ തന്നെ 30% പൂട്ടിക്കഴിഞ്ഞ്. ഇപ്പൊ ഗ്യാസ് കത്തിക്കാൻ, അടുപ്പ് കത്തിക്കാൻ പല സ്ഥലത്തും മാർഗം എല്ലാം മാറി. ഹെൽത്തും ഫുഡും എല്ലാം പറഞ്ഞിട്ട് ഈ പുക പിടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഗ്യാസിലേക്ക് മാറണം. 4-5 കൊല്ലം മുമ്പേ പറഞ്ഞ എല്ലാ ഹോട്ടലുകളും പൊളിച്ച് ഗ്യാസിലേക്ക് മാറി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒന്നും വല്ലാതെ സ്ഥിതിയിലാണ് ഉള്ളത്. കാരണം ഇത് അടക്കാതിരിക്കാനും പറ്റില്ല. ഈ 2 പേർക്ക് കത്തിയില്ല. കാരണം ഈ ഗ്യാസിന്റെ നിർണായക ഘട്ടത്തില് ഞങ്ങൾ എന്താ വെച്ചാൽ പല ഹോട്ടലും പൂട്ടി. അതോടൊപ്പം തന്നെ ഒരു 3 ഗ്യാസിലുള്ളതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റി ഒരു കുത്തിനെ കൊണ്ട് ഒഴിവാക്കിയിട്ട് പല ഭക്ഷണങ്ങളും ഒഴിവാക്കി. ഊണും അതേപോലെ പൊറോട്ടയെല്ലാം ഒഴിവാക്കിയിട്ട് ചായയും കടികളിലും ചെറിയ കടികളിലും കൊടുത്തിട്ടെന്ന് ഞാൻ ഇങ്ങനെ കൊണ്ടുപോയിട്ടാണ് ഇപ്പം ഗ്യാസിന് ഇപ്പം കൂടുതലായിട്ട് 3,000 രൂപ ആയി. അപ്പൊ എന്നിട്ട് ഇപ്പം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ചില ഹോട്ടലുകളിൽ നിന്ന് കുറെ പൂട്ടി തന്നെ ബാക്കിയുള്ള ഹോട്ടലിൽ നിന്ന് പറഞ്ഞാൽ പലതും നഷ്ടത്തിന് കൂടുന്നത്. അതോടൊപ്പം തന്നെ ഇന്ധന വില മാത്രമല്ല, ആവശ്യ സാധനത്തിന് എല്ലാം കൂടിക്കൊണ്ട് അരിയും എല്ലാ സാധനത്തിനും കൂടിയിട്ടുള്ളത്. പച്ചക്കറി ആയാലും എല്ലാ സാധനം, മുട്ട, ഇറച്ചി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇറച്ചിയൊക്കെ 100, 150, 160 ഉറുപ്പിലെത്തി. ഇപ്പൊ തൊഴിലാളികളെ കൂലിയാകണം. അതിലപ്പുറം ഇത് ഗവൺമെന്റ് കൃത്യമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിനൊരു നടപടിയിലേക്ക് പോയിട്ടില്ല, ശരിയാവില്ല. അതേപോലെ മാർക്കറ്റിങ് ഇടപെട്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജീവ സാധനങ്ങളിൽ നിന്ന് ന്യായമായിട്ടുള്ള റേറ്റിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ഹോട്ടലുകാർക്ക് കിട്ടേണ്ട രൂപത്തിലുണ്ടെങ്കിൽ ഈ മേഖലകളും മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ സാധാരണക്കാരന് ഹോട്ടലുകൾ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഞങ്ങൾ വില വർദ്ധിപ്പിക്കലല്ല നമ്മുടെ ഉദ്ദേശം. വില വർദ്ധിപ്പിക്കേണ്ടതാണ് നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി അടക്കം വില വർദ്ധിപ്പിക്കേണ്ടതാണ്. പക്ഷെ ഒരു വിധം പിടിച്ചു നിൽക്കാണ്ടാകുമ്പോൾ ചെറിയ വില വർദ്ധിപ്പിക്കണ്ടോ? ഇപ്പൊ പാലിന് ഇപ്പം കയറി, ഗ്യാസിന് കയറി, ആരും വില വർദ്ധിപ്പിക്കില്ല. 2 ദിവസമേ ഉള്ളൂ. വില വർദ്ധിപ്പിക്കാൻ പറ്റുമോ? അതാ പറഞ്ഞ ഒരു സാധനം ഉണ്ടാക്കുക, ചായ ഉണ്ടാക്കുക, അതിനോട് അനുവദിച്ചിട്ട് 3-4 സാധനങ്ങൾ വരുമ്പോ അതിനനുസരിച്ച് അന്നേരത്തെ വില വർദ്ധിപ്പിക്കുക. ഇപ്പൊ എല്ലാത്തിനും കൂടി. പക്ഷെ വില വർദ്ധിപ്പിക്കൂല. വില വർദ്ധിപ്പിക്കാൻ ഞങ്ങളുടെ സംഘടന വർദ്ധിപ്പിക്കാൻ പാടില്ല. ഇതിന് നമ്മുടെ പുതിയ മുഖ്യമന്ത്രിക്കും അതേപോലെ ഭക്ഷ്യമന്ത്രിക്കും അതേപോലെ സ്റ്റേറ്റിലെന്ന് കഴിഞ്ഞാല് സെൻട്രൽ ഗവൺമെന്റിനും ധനകാര്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ ഞങ്ങൾ പെരുമാറ്റം കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ ഈ ആരോഗ്യ വിഭാഗം പരിശോധനയുമായൊക്കെ എത്തുന്നുണ്ടോ ഹോട്ടലുകളിൽ? ഇതിനിടയിൽ ഈ ആരോഗ്യ വിഭാഗം പരിശോധനയുമായൊക്കെ തന്നെ ഹോട്ടലുകളിൽ എത്തുന്നുണ്ടോ? അത് അതിന്റെ ഭാഗ സാർ, അതിന്റെ ഭാഗ. എന്റെ ഒരു സുഹൃത്തിന്റെ ഹോട്ടല്, അതായത് ഈ ഒരു സാധനം ചിക്ക അടുപ്പത്തു നിന്ന് ഇറച്ചിട്ട് ഒറ്റിട്ടുന്നതിന് ഒരു പ്ലേറ്റിലോട് ഇട്ടിന്. അത് ആ ഒരു അരമണിക്കൂറായില്ല. അതിപ്പോ ബോയിൽ ചെയ്തിട്ട് ഞാൻ ചില്ലി കൊടുക്കണോ? ഇത് എടുത്തിട്ടെങ്കിൽ എടുത്തു പോയില്ല. അവർക്ക് ഇപ്പോൾ നോട്ടീസ് കൊടുത്ത് മിഞ്ഞാന്ന് ഇടപെട്ടിട്ട് ഞാൻ 3,000 ഉറുപ്പിക അടക്കേണ്ടി വന്നു. അത്
₹1000 സാധനമില്ല. അപ്പൊ ഇതെല്ലാം എടുത്തെത്തി. മറ്റൊന്ന് പറഞ്ഞാൽ എത്ര ലൈസൻസ് എടുത്തിട്ടാണ് റോഡിൽ കിടത്തുന്നത്? ഈ ഓരോ വെള്ളം 6 മാസം കൂടുമ്പോ പരിശോധിക്കണോ? ഹെൽത്ത് കാർഡ് പരിശോധിക്കണോ? ഇങ്ങനെ എല്ലാം നൂറുകണക്കിന് ഫുഡിന്റെ ലൈസൻസ്, അതോടൊപ്പം തന്നെ ലൈസൻസ്, പിന്നെ ഫുഡിന്റെ ലൈസൻസ് വേറെ, ഇങ്ങനത്തെ കുറെ സാധനം ഉണ്ടാക്കിയിട്ട് ഹോട്ടൽ നടത്തുന്നത്. അപ്പൊ ഇതെല്ലാം ഭയങ്കര ലഘൂകരിക്കേണ്ട പരിപാടി കഴിഞ്ഞ ഗവൺമെന്റ് നമ്മളിത് പറഞ്ഞ് ആക്കി തരാൻ നോക്കിയപ്പോ അതിൽ കുറച്ച് ലഘൂകരിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഫുഡിന്റെ എല്ലാം വരുമ്പോൾ ഇങ്ങനത്തെ കുറെ പിന്നെ പ്രശ്നങ്ങളാകുമ്പോൾ ആകെ ചെറിയ ഹോട്ടലുകൾ മടുത്തിട്ട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിന് സംരക്ഷിക്കണം സെൻട്രൽ ഗവൺമെന്റും അതേപോലെ സ്റ്റേറ്റ് ഗവൺമെന്റും. മാർക്കറ്റിൽ എന്തായാലും ഇറങ്ങിയാലേ ഗവൺമെന്റ് ഇടപെട്ടാൽ ശരി. അതേപോലെ സെൻട്രൽ ഗവൺമെന്റ് പെട്രോൾ വിൽപ്പന കുറച്ചേ പറ്റൂ. എന്നാലേ ഹോട്ടലുകൾ മാത്രമല്ല ബസ്സായാലും ഓട്ടോറിക്ഷ ആയാലും പൊതുജനങ്ങൾക്കും പെട്രോൾ വിൽപ്പന വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിഞ്ഞാല് പിന്നെ പ്രശ്നം തന്നെ. എല്ലാവർക്കും കഴിഞ്ഞാല് കീശുന്ന പൈസ പോകുകയും ചെയ്യുക. ഇപ്പൊ ഞാൻ പോയിട്ട് പെട്രോൾ 10 ലിറ്റർ അടിക്കുമ്പോൾ എനക്കെന്ന് കഴിഞ്ഞാൽ എത്ര 10 കഴിഞ്ഞാല് 100 മേലെ കൊടുത്തില്ലേ? ഒരു 2000 ഈ മാസം 3 പ്രാവശ്യം കയറിയില്ലേ? 4ാമത്തെ പ്രാവശ്യം ഇന്നലെ കയറി ₹10 കയറി. അപ്പൊ ഇത് ഒരു യാതൊരു നിയന്ത്രണവും ആരും ചോദ്യം ചെയ്യാനില്ല. എന്തോ ഇഷ്ടം പോലെ കയറ്റുക, കൂടെ വില കുറയുന്നത്. അപ്പൊ ഇതൊന്നും ഒരു ന്യായീകരണമല്ല. കണ്ട് നടിക്കുന്നില്ല. കുറച്ച് ഉറങ്ങുന്നവനൊക്കെ പട്ടി കണക്കാം, കുറച്ച് നടിക്കുന്നവനൊന്നും ചെയ്യുന്നില്ലല്ലോ. അത് ഗവൺമെന്റ് അറിയാറ്റ എല്ലാവർക്കും അറിയാം. അപ്പൊ അതങ്ങനെ ആയിക്കോട്ടെ, സാധാരണക്കാരന് പട്ടികൾ ഇങ്ങനെ ജീവിച്ചോളും. ഇതാണ് ഇതെന്തായാലും ഇടപെട്ടിട്ടില്ല. വലിയൊരു പ്രക്ഷോഭം അതോടൊപ്പം തന്നെ ഹോട്ടൽ മേഖലകളിലും കൂട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഈ 20 ഉണ്ടാവുക എന്ന് എനിക്ക് പറയുമല്ലോ. അതുകൊണ്ട് ഇതിൽ ഇടപെട്ടും കൊണ്ട് സെൻട്രൽ ഗവൺമെന്റാലും സ്റ്റേറ്റ് ഗവൺമെന്റാലും നല്ല രൂപത്തിൽ ഇടപെട്ടിട്ട് കഴിഞ്ഞാൽ അത് നല്ല രൂപത്തിൽ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പൊതുജനങ്ങൾക്കും ഹോട്ടലുകളും എന്ന് പറഞ്ഞാൽ നടത്തിക്കൊണ്ടുപോകും നിലനിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി. അവസാനമായി ശ്രീ രാജീവ്, നമ്മൾ നോക്കുകയാണെങ്കിൽ നഗരപ്രദേശങ്ങളിലാണെങ്കിലും ശരി, ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും ശരി, ഓട്ടോറിക്ഷകളുടെയൊക്കെ എണ്ണം തന്നെ അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഓട്ടം ലഭിക്കുന്നതും കുറഞ്ഞു വരും. എങ്ങനെയാണ് ഈ TMC നമ്പർ, ഈ ടൗൺ പെർമിറ്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നിലവിലുണ്ടോ? അത് സംബന്ധിച്ച് വലിയ തർക്കങ്ങളൊക്കെ തന്നെ പല സ്ഥലങ്ങളിലുമുണ്ട്. തലശ്ശേരി ആണെങ്കിൽ TMC, കണ്ണൂരിലാണെങ്കിൽ ടൗൺ പെർമിറ്റ്, ആ രീതിയിൽ വലിയ തർക്കം ഇപ്പോഴും ഉണ്ടോ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തമ്മിൽ? തർക്കങ്ങള് എന്ന് പറഞ്ഞാല് തലശ്ശേരി നഗരസഭയിൽ തന്നെ ഇപ്പോ നമ്മള് 2200 TMC നമ്പറാണ് ആദ്യം ഉണ്ടായത്. ഇപ്പോ അതിലൊരു വർധനവ് എന്ന് പറഞ്ഞിപ്പോ 3000 മേലെ കയറിയിട്ടുണ്ട്. പിന്നെ പഞ്ചായത്ത് തലത്തിലും ഉള്ളവർക്ക് അപേക്ഷ സ്വീകരിക്കാൻ ഇവിടെ മുനിസിപ്പാലിറ്റി പറഞ്ഞിരുന്നു. പക്ഷെ അത് നമ്മുടെ യൂണിയൻ ഇടപെട്ടിട്ട് അതിപ്പോ തൽക്കാലം അത് കൊടുക്കേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. പിന്നെ ഓട്ടോറിക്ഷകളിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാല് കണ്ടമാനം വ്യാപകമായ ലോണുകൾ, ഇവയ്ക്ക് ബാങ്കുകൾ ലോണുകൾ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും വണ്ടി ഇറക്കുന്നുണ്ട്, അതിനെ തന്നെ മോടി പിടിപ്പിച്ച് ടൗണിൽ വന്നിട്ട് ഓടുന്നുണ്ട്. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ കൂലി എന്തെന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. കാരണം വട്ടപൂജമായിരിക്കും. കാരണം ഇവിടെ ലൈനിൽ വെച്ചാൽ മണിക്കൂറുകളോളം നമ്മൾ കാത്തു നിൽക്കണം ഒരു പണി കിട്ടുവാൻ വേണ്ടി. അതും കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 30 രൂപയുടെ പണി മൊത്തമായിട്ട് കിട്ടുക. ഇപ്പൊ പണ്ടത്തെ മാതിരി നമുക്ക് ലോങ് യാത്ര വളരെ കുറവാണ്. കാരണം വണ്ടി വീട്ടിൽ തന്നെ ഫോൺ വിളിച്ചാൽ എത്തുന്ന വാഹനങ്ങൾ ഇറങ്ങി അവരെയും കൊണ്ട് നാട്ടിൽ വന്ന് അവിടെ എല്ലാവരെയും കൊണ്ടുപോയി വീട്ടിലേക്ക് അവരെത്തിക്കില്ല. അപ്പൊ അതെല്ലാം കഴിച്ച് കിട്ടുന്ന ജോലിയാണ് ഇപ്പൊ തലശ്ശേരി ഇപ്പൊ നമ്മൾ കാണുന്നത്. കുറച്ച് ദിവസം ഈ റോഡിന്റെ അവസ്ഥയാണെങ്കിൽ പരിതാപകരം. തലശ്ശേരി നഗരസഭ റോഡുകൾ, ലോറൻസ് റോഡ്, മുളവാട്ടി ജംഗ്ഷൻ റോഡിന്റെ പണിയെടുക്കുന്നതുകൊണ്ട് അവിടെ ഉച്ച മുതൽ വൈകുന്നേരം 7-8 മണി വരെ വളരെ ബ്ലോക്കാണ്. അപ്പൊ നമുക്കൊക്കെ ഈ ഒരു ഒന്നും മാറ്റി വെക്കാൻ പോലും പറ്റില്ല. ജീവിതത്തിന് മാത്രം കഴിയും എന്നുള്ളതല്ലാതെ നമുക്കൊരു തുക പോലും മാറ്റി വെക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. വാഹനം ഒരുപാട് കൂടി. അതിന് പുറമെയാണ് ഇന്ധന വില വർധന കൂടി അല്ലേ? തന്നെ ഓട്ടോറിക്ഷ ഒരുപാട് വർദ്ധിച്ചു. ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ട് പോവാൻ നമുക്ക് ആവില്ല. ഇനി മിനിമം ചാർജ് വർധനവ് തന്നെയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അതിന് ഈ കേരള ഗവൺമെന്റ് ഇപ്പോൾ ജൂൺ മാസം മുതൽ കിട്ടുന്ന നികുതി ടാക്സ് അവർ ഒഴിവാക്കണം. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് തന്നെ ഒരു വലിയൊരു ഗുണമൊന്നും കിട്ടില്ല. നമുക്ക് മിനിമം ചാർജ് കിട്ടിയാൽ മാത്രമേ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് എന്തെങ്കിലും കിട്ടാൻ പറ്റും. റീസോർട്ട് ടയർ രംഗത്തിൽ ഇപ്പം എത്ര വർധനവുണ്ട്, എല്ലാം എവിടെ പോയി കഴിഞ്ഞാലും വർധനവ് തന്നെയാണ്. പിന്നെ സാധാരണക്കാരുടെ അവസ്ഥ വളരെ പരിതാപം തന്നെയാണ്.
കാരണം അവരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം. പക്ഷേ നമ്മളുടെ പിടിച്ചു നിൽക്കാൻ പറ്റാതൊരു അവസ്ഥയും കൂടിയാണ് ഇപ്പോഴുള്ളത്. ഇനിയും ഡീസലും പെട്രോളും വില കയറും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നമ്മൾ. കാരണം ക്രൂഡ് ഓയിലിന് വില കുറയും തോറും പെട്രോളിനും ഡീസലിനും അതൊന്ന് വില കൂട്ടി വരികയാണ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ. ശരി, ഇന്ധന വില വർധനവ് സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കുമെന്നാണ് ഓപ്പൺ ഫോറം ഈ ആഴ്ച പരിശോധിച്ചത്. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതാവും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നേതാവും ഒപ്പം ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ നേതാവുമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. മൂവരും പറയുന്നു ആ 3 മേഖലയും തകർച്ചയിലേക്ക് പോവുകയാണ്. അടിയന്തരമായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ ഇടപെടണം. ഈ ഇന്ധന വില വർധന പിടിച്ചു നിർത്താൻ ആവശ്യമായ ഇടപെടൽ ഉണ്ടാവണം. ഇത് എല്ലാ മേഖലയിലും ജനങ്ങളെയും ഒരുപോലെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ഇന്ധന വില വർധനവ്. ഇനി എല്ലാ മേഖലയിലും വിലക്കയറ്റം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇക്കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ഓപ്പൺ ഫോറത്തിൻ്റെ ഈ എപ്പിസോഡിലൂടെ പൂർണ്ണമാവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.